നമ്മൾ ആദ്യം നമുക്ക് നേരെ പോകാം ബ്രിട്ടനിലേക്കാണ്. കാരണം ബ്രിട്ടനിൽ ഒരു അധികാര മാറ്റത്തിന്റെ അലയൊലികളാണ് ഉണ്ടാകുന്നത്. ചരിത്ര ജയവുമായി 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ലേബർ പാർട്ടിക്ക് 410 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ അങ്ങനെ പ്രധാനമന്ത്രിയാകും. ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് നയിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി ആണ് ലഭിച്ചതെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. സുവി വിശ്വനാഥൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും നമ്മോടൊപ്പം. സുവി, 131 സീറ്റുകളിൽ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങുമെന്നതാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഈ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴത്തേക്കുണ്ടാകും? എൽദോ, ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എക്സിറ്റ് പോളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണ ഒരു ചരിത്ര വിജയം ലേബർ പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 410 സീറ്റ് ലേബർ പാർട്ടിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 14 വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടും എന്നും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചടി നേരിടുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. 131 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചിരിക്കുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതേസമയം വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ പാർട്ടിക്ക് 2 സീറ്റുകളാണ്. ലേബർ പാർട്ടി 34 ഇടങ്ങളിൽ വിജയിച്ചു എന്നതാണ് ഫലങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി 2 സീറ്റുകളിൽ വിജയിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏതായാലും കൺസർവേറ്റീവ് പാർട്ടിക്ക് ലിബറൽ പാർട്ടിയും ഗ്രീൻ പാർട്ടിയും റിഫോം പാർട്ടിയും എല്ലാം തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ഋഷി സുനക് ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള 650 അംഗങ്ങളിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ഈ 650 അംഗങ്ങളിൽ 326 ലഭിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. ലേബർ പാർട്ടിക്ക് ഇത്തവണ ആ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നാണ് ലേബർ പാർട്ടി അംഗങ്ങൾ വിശ്വസിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ 1945 ഒരു വിധി ഇത്തവണയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ലേബർ പാർട്ടിയുടെ അംഗങ്ങൾ പറയുന്നുണ്ട്. അതായത് അന്ന് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത്. അതിനു പകരം മറുപക്ഷത്തിന് വലിയ ഒരു അട്ടിമറി വിജയം തന്നെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇത്തവണയും 1945 ജൂലൈ 5 പോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തവണയും ഒരു അട്ടിമറി വിജയം ലേബർ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് ലേബർ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം വരുന്നു. 14 വർഷത്തിന് ശേഷമാണ് ഈ ഒരു അധികാര കൈമാറ്റം വരുന്നത്. ലേബർ പാർട്ടി 410 സീറ്റുകൾ വിജയിക്കും. നമ്മൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടന്റെ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ ഇപ്പോൾ 410 സീറ്റ് ലേബർ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പെർസെൻറ്റേജുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും ലേബർ പാർട്ടിക്ക് ഒരു കുത്തക വിജയം അല്ലെങ്കിൽ ഒരു ആധിപത്യമുള്ള വിജയം ലഭിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എൽദോ, വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാണെങ്കിലും ബ്രിട്ടനിൽ ഒരു അധികാര മാറ്റത്തിന്റെ ദിവസങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം